ജി സുധാകരൻ ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. നേരത്തെ നമ്മൾ പറഞ്ഞ PK ശശി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു കാലത്ത് CPMനെ നിയന്ത്രിച്ച പിണറായി വിജയനാണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. മരുമകനായ മുഹമ്മദ് റിയാസാണ്, PWD മിനിസ്റ്ററാണ്. ഈ രീതിയിൽ വലിയ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതായത് CPMൽ മറ്റു മുതിർന്ന നേതാക്കളെയൊക്കെ മറികടന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരെ മുഹമ്മദ് റിയാസ് എത്തിപ്പെട്ടു. അതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വലിയ കഴിവൊന്നുമില്ല. ഇവിടെ മോദി വന്ന സമയത്ത് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് വലിയൊരു വിമർശനമൊക്കെ നിന്നു. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഒരുപക്ഷെ മുഹമ്മദ് റിയാസ് പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ സമാഹരിച്ച് LDFലേക്ക് കൊണ്ടുവരാം എന്നതിലൂടെ ആയിരിക്കും. സത്യത്തിൽ മുഹമ്മദ് റിയാസ് വില്ലനാണ്. ഇപ്പോൾ ഏറ്റവും ഇന്നലത്തെ ഒരു രാഷ്ട്രീയം നമ്മുടെ ജി സുധാകരനാണല്ലോ. ഇന്നത്തെ ഇനിയും കുറേ ദിവസത്തേക്ക് ജി സുധാകരനായിരിക്കും ചർച്ച. ഇലക്ഷൻ വരെയൊക്കെ കാണും. ജി സുധാകരൻ എന്ന് പറയുന്ന ആളിനെ പറ്റി എനിക്കും സിനുവിനും അറിയാവുന്ന പോലെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, വളരെ പഴക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, ഏൽപ്പിച്ചിട്ടുള്ള ജോലികളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്ന ഒരാൾ, കമ്മ്യൂണിസ്റ്റായിട്ട് ഇന്ന് ചെയ്തിരുന്ന ഒരാൾ, MLA എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവൻ, മന്ത്രി എന്ന നിലയിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമ, അല്ലെങ്കിൽ അഴിമതിയില്ലാത്ത ആൾ. മറ്റാൾ ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾക്കകത്തൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ചില കാര്യങ്ങൾക്കകത്ത് ചില ശബരിമല വിഷയത്തിലെ തന്ത്രിയുടെ കോണാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ അദ്ദേഹം ചില സംസാരിക്കുന്നു. അതിന് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു അന്നൊക്കെ വന്നു. കാരണം മുസ്ലിം വോട്ടുകളുടെ ഒരു താല്പര്യമാണ് അതിൻ്റെ പുറകിൽ എന്നൊക്കെ പറഞ്ഞു വന്നു. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമുക്ക് അദ്ദേഹത്തെ പറ്റി ഒരാൾക്കും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ, ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ തെറ്റ് വരുന്നത് ജനത്തിൻ്റെ ഇടയിൽ നിൽക്കാത്തവൻ, അല്ലെങ്കിൽ ലളിതമായ ജീവിതം നയിക്കാത്തവൻ, അല്ലെങ്കിൽ അഴിമതിക്കാരൻ, ഏൽപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് നടത്താത്തവൻ എന്നുള്ള ഇത് കാര്യത്തിലൊക്കെ അദ്ദേഹം മുൻപതില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം പല കാര്യങ്ങളും വിവരിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ രക്തസാക്ഷിത്വത്തിനകത്ത് പാർട്ടി ഇടപെടാതിരുന്നതും, അല്ലെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗം നിന്ന് വിശദീകരിച്ചു. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പുറത്തു പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം സലാമിന് കിട്ടിയ വോട്ട് അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടിനെക്കാട്ടി കുറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള പരാതിക്ക് ആധാരം. അതൊക്കെ സംഭവിക്കും. ഇതിന് നിൽക്കുമ്പോൾ കിട്ടുന്ന വോട്ട് ഇനി ഞാൻ നിൽക്കുമ്പോൾ കിട്ടണമെന്നില്ല, മനസ്സിലാവുന്നില്ല. അതൊന്നും ഒരു കാരണമല്ല. അതെല്ലാം പാർട്ടിക്കകത്തുണ്ട്. ഒരുത്തനെ ഇപ്പോൾ സിനു പാർട്ടിക്കകത്ത് അതൃപ്തി ഉള്ളവനാണ്, അല്ലെങ്കിൽ സിനു ഇതിനകത്തെല്ലാം ഗ്രൂപ്പുണ്ടല്ലോ. ആ ഗ്രൂപ്പിനകത്ത് പ്രബലമായ ഗ്രൂപ്പിൻ്റെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ സിനുവിൻ്റെ പുറകിൽ നിന്നിട്ട് സിനുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി, അല്ലെങ്കിൽ ആരെ കൊണ്ടേലും ഒരു പരാതി കൊടുപ്പിച്ച് ആ പരാതിയെ പുറത്ത് സ്വാധീനമുള്ള ഈ ഗ്രൂപ്പിൻ്റെ ആൾക്കാരെ കമ്മീഷനായിട്ട് വെച്ച് ഒക്കെ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും. ഇതൊക്കെ ഉണ്ട്. ഒക്കെ പറയുമ്പോഴും ഈ ഒരു ആരോപണത്തോട് നമുക്ക് അങ്ങോട്ട് യോജിച്ചു പോകാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രി, അല്ലെങ്കിൽ അദ്ദേഹം MLA ആയിരുന്നു. നേരത്തെ DYFIയുടെ പല ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അദ്ദേഹം ഒരു പക്ഷേ പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രസിഡന്റ് ആയിട്ടുണ്ട് മുഹമ്മദ് റിയാസ്. ദേശീയ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പഞ്ചായത്തിൽ അവിടെ കോർപ്പറേഷൻ മത്സരിച്ചു, ലോകസഭയിൽ മത്സരിച്ചു. 700-800 വോട്ടിനാണ് ജയിക്കുന്നത്. പിന്നെ അദ്ദേഹം ജയിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം വളരെ കാലം കൊണ്ട് SFIയുടെ കാലം തൊട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും എല്ലാവരെയും ട്രോളുന്ന ഒരാളുണ്ടല്ലോ, റഹീം, അല്ലെങ്കിൽ പല നേതാക്കളും. ഇവർക്കൊക്കെ കിട്ടിയിട്ടുള്ള ആനുകൂല്യവും അല്ലെങ്കിൽ പരിഗണനയും മറ്റതും മറിച്ചതൊന്നും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും അവസാനം ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഈ അല്ലെങ്കിൽ MLA ആയിട്ട് മത്സരിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തൊരു പാതകം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു പാതകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ ആലോചിച്ചോ ഒക്കെ കഴിച്ചതായിരിക്കും. അതിനുശേഷം ഇവിടെ വരുന്ന നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ഈ മുഹമ്മദ് റിയാസ് ആണെന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. പാർട്ടിക്കകത്ത് വരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ നേതാക്കന്മാരൊക്കെ വെളിയിൽ പോകുമ്പോഴും അതല്ല ഇയാളെ കരുതുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ളൊരു നെറേറ്റീവ് പോകുന്നുണ്ട്. മാത്രവുമല്ല ഈ മുഹമ്മദ് റിയാസിനെ ഇങ്ങനെ വേട്ടയാടുന്ന കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ള രീതി വെച്ചിട്ട് ഇയാളെ ഇസ്ലാമിസ്റ്റുകളും വേട്ടയാടുന്നുണ്ട്. അത് അവർക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇയാൾ കല്യാണം കഴിച്ചു, അവരവരുടെ മതത്തിനകത്ത് നിൽക്കുന്നു, ഇയാളുടെ മതത്തിനകത്ത് നിൽക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായിട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ DYFI ആയാലും മറ്റു കാര്യങ്ങൾക്കകത്തും സമരത്തിൻ്റെ കൂടെയാണെങ്കിലും ആവശ്യം പോലെ കേസും കാര്യങ്ങളും എല്ലാം അനുഭവിച്ചു വരുമ്പോൾ ഇയാളുടെ കുടുംബം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. ഒരു അവിടുത്തെ വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഹൈ കമ്മ്യൂണിസ്റ്റുമാരും മറ്റൊരു മറിച്ചൊക്കെ പുറകോട്ടുള്ളൂ. ഇതെല്ലാം കോൺഗ്രസ്സാണ്. ഇയാൾ മാത്രമാണ് അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം പിന്നെ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഇപ്പം മത്സരിച്ച ബേപ്പൂർ സ്ഥിരമായിട്ട് ഉള്ള ഒരു
സീറ്റാണ്. അതിന് ഏതോ 87 കണ്ടാണ്, 87 ഡേറ്റ് തെറ്റാൻ ക്ഷമിക്കണം. ആ സമയത്ത് മാത്രമേ അവിടെ മറിച്ചൊരു കാര്യം വന്നിട്ടുള്ളൂ. അപ്പോൾ സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം അദ്ദേഹത്തിന് കൊടുത്തു, ജയിപ്പിച്ചു, അദ്ദേഹത്തിന് പാർട്ടി സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിലെടുത്തു, മന്ത്രിയാക്കി എന്നൊക്കെ പറയുമ്പം ബാക്കിയുള്ള സെക്രട്ടേറിയറ്റിൽ എടുത്ത ആൾക്കാർക്ക്, പാർട്ടി സെക്രട്ടേറിയറ്റിൽ എടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സെക്രട്ടേറിയറ്റിൽ എടുത്ത ആൾക്കാർക്ക് ഉള്ളതിനെക്കാട്ടി കൂടുതൽ സെക്രട്ടേറിയറ്റ് പരിഗണിക്കാൻ പറ്റുന്ന ആളാണ് ഇയാൾ. പിന്നെ MLA ആക്കുന്നതെന്ന് ചോദിച്ചാൽ സിനു ഒരു നല്ല നേതാവാണ്, ഒരു പാർട്ടിക്കകത്ത് നല്ല നേതാവാണെങ്കിൽ അയാളെ എന്ത് ചെയ്യും? അയാളെ ആ നല്ല നേതാവായതുകൊണ്ട് അയാളെ ജനത്തിന് പ്രയോജനപ്പെടുത്താനും പാർട്ടിക്ക് പ്രയോജനപ്പെടുത്താനും അയാളെ MLA MP എവിടെയെങ്കിലും ആക്കും. അത് ഏറ്റവും ജയിക്കാൻ സാധ്യതയോടത്തോട്ടാക്കുന്നത്. ഇപ്പൊ ശൈല ടീച്ചറിനെ എല്ലാവരും അറിയുമല്ലോ. ശൈല ടീച്ചറിനെ ഇതുവരെ മത്സരിപ്പിച്ചിട്ടുള്ളത് എവിടാ? ശൈല ടീച്ചറിനെ ഇതുവരെ മത്സരിപ്പിച്ചിട്ടുള്ളതെല്ലാം ആര് നിന്നാലും ജയിക്കുന്ന മണ്ഡലത്തിൽ. കാരണം എന്താ, അവരെ കൊള്ളാം, അവർ പാർട്ടിക്ക് ഗുണമുള്ള ആളാണ്, ആൾക്കാർക്ക് ഇഷ്ടമാണ്, അവരെ ജനപ്രതിനിധിയാക്കിയിട്ട് ജനങ്ങൾക്ക് കൂടെ പ്രയോജനപ്പെടുത്താനാണ്. ഇപ്പം ആ ടൈമും പാർട്ടിയുടെ താല്പര്യവും ഏറ്റവും കൂടുതൽ പരിഗണിച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില തത്വങ്ങളില്ലേ, അപ്പം പിന്നെയും പരിഗണിക്കണം, പാർട്ടിക്ക് അവരെ ഉപയോഗിക്കണം. അവരുടെ ഇമേജ് വെച്ചിട്ട് പാർട്ടിക്ക് കിട്ടാത്ത ഒരു സീറ്റ് കണ്ണൂരിലുണ്ട്, ആ സീറ്റിലേക്ക് അവരെ മത്സരിപ്പിക്കുക. കാരണം ആ സീറ്റ് പിടിച്ചോണ്ട് വരുവാണെങ്കിൽ അവർ വീണ്ടും MLA ആണ്. കാരണം അതല്ലേ ദൗത്യം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ പ്രാവശ്യം ബേപ്പൂർ എന്തിനു മത്സരിപ്പിച്ചു? ചിലരുടെ ചോദ്യങ്ങളാണ്. ബേപ്പൂർ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അവിടുന്ന് ജയിക്കണം, ജയിച്ചിട്ട് അയാളെ MLA ആക്കണം, അല്ലെങ്കിൽ അയാളെ മന്ത്രിയാക്കണം, പ്രയോജനപ്പെടുത്തണം. നമുക്കറിയാം സുധാകരൻ മോശം മന്ത്രിയൊന്നുമല്ല, എല്ലാ വകുപ്പുകളും കൃത്യമായി PWDയെ വരച്ച വരെ നിർത്തിയ മന്ത്രിയാണ്. അതുവരെ നമുക്കറിയാമല്ലോ ഇത് ഒരു രീതിയിലും വഴങ്ങാത്ത ഒരു വകുപ്പായിരുന്നു. ഇപ്പം PWD മോശമാണ്. സുധാകരൻ വെട്ടിയിട്ട പാത അതുപോലെ മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു വകുപ്പാണ്. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന വിഷയത്തിനകത്ത് പോലും ഈ സുധാകരൻ അവിടുന്ന് പോയത് അദ്ദേഹത്തിൻ്റെ അതൃപ്തി കൊണ്ടാണ്, അദ്ദേഹത്തെ പരിഗണിക്കാത്തത് കൊണ്ടാണ്, ആലപ്പുഴയിലെ വിഷയം കൊണ്ടാണ്. അതിനകത്തൊന്നും സുധാകരൻ്റെ ഭാഗമല്ല നമ്മളിന്ന് സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന് പാർട്ടിയും മാറാം, സ്വതന്ത്രനായിട്ട് മത്സരിക്കാം, ഒക്കെ ചെയ്യാം. ആ സമയത്തും വലിയ കമ്മ്യൂണിസ്റ്റാന്ന് പറയുന്ന ആ മനുഷ്യനും ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ ഒരു സങ്കല്പം വെച്ചാൽ നോക്കുന്നത്, 60 കൊല്ലത്തെ പാരമ്പര്യമുള്ള മനുഷ്യൻ, അടിയന്തരാവസ്ഥ കാലം തൊട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീടും ഉൾപ്പെടെ ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുള്ളത്. പാർട്ടി അദ്ദേഹത്തെ 10-30 കൊല്ലം MLA ആക്കി, പാർട്ടി അദ്ദേഹത്തെ 10 കൊല്ലം മന്ത്രിയാക്കി, പാർട്ടി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കി, പാർട്ടി അദ്ദേഹത്തെ 10-40 കൊല്ലം ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കി. ഇദ്ദേഹത്തെ ഇത്രയും വലുതാക്കി കാണിക്കുന്നതിനും വലുതാക്കി കൊണ്ടുപോകുന്നതിനും അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ കൂടെ പാർട്ടി അതുപോലെ നിന്നു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നെഗറ്റീവ്സ് മാത്രം എടുത്ത് പരിശോധിക്കുമ്പോഴാണ് കുഴപ്പം. അപ്പം ഇതുപോലെ തന്നെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആൾ എങ്ങനെ സിനുവിനറിയോ? പാർട്ടി CPM ഒരു ഘടന അനുസരിച്ച് പിണറായി വിജയൻ വിചാരിച്ചാലും മുഹമ്മദ് റിയാസിനെ ആളെ മുഖ്യമന്ത്രിയാക്കാൻ ഒക്കത്തില്ല. അതിനകത്തൊരു ഘടകമുണ്ട്. എത്ര പറയുമ്പോഴും പിണറായിയുടെ കയ്യിലാണ് പാർട്ടി സംവിധാനം എന്ന് പറയുമ്പോഴും ഇതിനകത്ത് കൊണ്ടുവരുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ നാളെ ഒരാക്കാലത്ത് പിണറായി വിജയൻ കോൺഗ്രസിനകത്തെ കൂട്ട് സോണിയാഗാന്ധിയുടെ മകൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ അല്ലെങ്കിൽ അവരുടെ മകൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണോ എന്ന് പറയുന്ന അതേ സിസ്റ്റത്തിൽ CPM-നകത്ത് നടക്കത്തില്ല. പ്രശ്നം എന്താ അറിയാം, ഈ ഞാനിപ്പോൾ കോഴിക്കോടൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് അന്ന് DYFയുടെ ജില്ലാ നേതാവ് മാത്രമാണ്. ഈ എല്ലാ സമരമുഖങ്ങളുടെയും മുൻനിരയിൽ റിയാസ് ഉണ്ട്. റിയാസ് എന്നിട്ട് പോയി അടിമേടിക്കും. അതായത് പോലീസിൽ അത്തിച്ചറിയല്ലോ, മിക്കപ്പോഴും തല പൊട്ടി ആശുപത്രി കിടക്കുന്നത്, അല്ലെ ജയിലിൽ പിടിച്ചിരുന്നു, പലപ്പോഴും ജയിൽവാസം അനുഭവിച്ച. പിന്നീടാണ് സംസ്ഥാന നേതാവ് വരുന്നത്, ദേശീയ തലത്തിലേക്ക് ഉയർന്നു വരുന്നത്. ആ സമയത്താണ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാറുള്ളത്. ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയാകുന്നതിന് തൊട്ട് മുമ്പ് സ്വന്തം വാർഡിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ റിയാസ് മത്സരിച്ചിരുന്നു. പക്ഷേ സ്വന്തം വാർഡിൽ പരാജയപ്പെട്ടു. പിന്നീട് ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ മുഹമ്മദ് റിയാസ് പരാജയപ്പെടുമായിരുന്നു. MK രാഘവൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് മുമ്പിൽ പരാജയപ്പെട്ടു. ആ പരാജയപ്പെടാനുള്ള കാരണം എന്താ പറയുക, അന്ന് മുഹമ്മദ് റിയാസ് എന്ന പേരുള്ള മറ്റൊരു അപരൻ ഉണ്ടായിരുന്നു. ആ അപരൻ വോട്ട് പിടിച്ചു. ഈ മുഹമ്മദ് റിയാസിനെ അപരനെ നിർത്തി ആരാന്നറിയാമോ? അവിടുത്തെ CPM നേതൃത്വമാണ്. അതായത് ജില്ലാ CPM നേതൃത്വം മുഹമ്മദ് റിയാസിന് എതിരായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. അന്ന് കോഴിക്കോട്ട് വലിയ CPM ജില്ലാ കമ്മിറ്റി അല്ലെ ജില്ലാ നേതൃത്വം വലിയ കച്ചവടമൊക്കെ ചെയ്യുന്ന വലിയ ആരോപണം ഉയരുന്ന സമയമാണ്. ഒരുപാട് കച്ചവടങ്ങളിലൊക്കെ കണ്ണുണ്ടായിരുന്നു പറയുന്നു. ഒരു പക്ഷേ മുഹമ്മദ് റിയാസിന്റെ പിതാവ് പോലീസിലെ DYSP ഉയർന്ന തസ്തിയിലിരുന്നാണ്. മുഹമ്മദ് റിയാസിന്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ആയിരുന്നു. അങ്ങനെ വിദ്യാർത്ഥി കാലം മുതൽ തന്നെ SFIക്ക് വേണ്ടി പ്രവർത്തിച്ച് DYFIക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് അടി കൊണ്ട് മർദ്ദനമേറ്റ ആളാണ്. ഒരുപാട് തവണ ജയിലിൽ കിടന്ന ആളാണ്. പിന്നീടാണ് ഈ പറയുന്ന നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നത്. അന്ന് ഈ ബേപ്പൂർ മണ്ഡലത്തിൽ VKC മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മത്സരിക്കാൻ പോയിരുന്നത്. CPM-ന്റെ ഉറച്ച മണ്ഡലമാണ് ബേപ്പൂര്. മുഹമ്മദ് കോയ നേരത്തെ അവിടുത്തെ മേയറായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ നല്ല അഭിപ്രായമാണ്. പക്ഷേ എങ്ങനെയോ പിന്നീട് മുഹമ്മദ് റിയാസിനെ ആ നിയമസഭയിൽ
നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം വന്നു. ഈ പറയുന്ന പിണറായി വിജയൻ്റെ മകളുമായിട്ടുള്ള കല്യാണമൊക്കെ ആ സമയത്തായിരിക്കാം. പക്ഷേ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായിട്ടും വെട്ടി നിരത്താൻ ശ്രമിച്ച ഒരു നേതാവ് തന്നെയാണ് മുഹമ്മദ് റിയാസ്. അവിടെ നിന്ന് പിന്നീട് മുഹമ്മദ് റിയാസ് ഈ പറയുന്ന MLA ആകുന്നു. MLA ആയപ്പോൾ ഒരുപക്ഷെ മന്ത്രിയായത് ഈ പിണറായി വിജയൻ്റെ മരുമകൻ എന്നുള്ള ഒരു പരിഗണനയിലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊന്നും തന്നെ ഒരു അഴിമതിയെ വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ സ്വജനപക്ഷപാതം കാണിക്കുന്ന രീതിയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ മുഹമ്മദ് റിയാസിനെ ഒതുക്കാനായിട്ട് ഒരുപാട് പേര് CPM-നുള്ളിൽ തന്നെ ശ്രമിച്ചിരുന്നു. ഈ പറയുന്ന ഷംസീർ അല്ലെങ്കിൽ A റഹീം അങ്ങനെയുള്ള നേതാക്കൾക്ക് അതൃപ്തി എന്താ, അവരെക്കാട്ടി ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ DYFIയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാവല്ലേ, നമുക്കറിയാം ശ്രീരാമകൃഷ്ണൻ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് വലിയ പദവിയിലെത്തിയത്. MP രാജേഷ് അതേ പദവിയിലെത്തി. MP രാജേഷ് കഴിഞ്ഞ് പിന്നെ ആ പദവിയിലെത്തുന്ന മുഹമ്മദ് റിയാസാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കാം എന്തോ നമുക്കറിയില്ല. അല്ല, അതിന് മുമ്പ് കൊണ്ട് പറഞ്ഞ ശരിയാക്കി അതിന് മുമ്പുമില്ലേ? അതേ ഉണ്ട്. അപ്പൊ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും വെട്ടി ഒതുക്കി റിയാസ് കയറി വന്നത് തന്നെയാണ്. ഇപ്പൊ പറയുന്നത് എന്താ, ഈ സെക്രട്ടേറിയറ്റിലെത്തിയത് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കാരണം ഈ മുഹമ്മദ് റിയാസിനെ എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പിണറായി വിജയൻ തീരുമാനിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, പിണറായി വിജയനാണ് പാർട്ടി അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടിയായിട്ട് ഇപ്പോഴും നിലനിർത്തേണ്ട. കാരണം അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞ് മുഖ്യമന്ത്രിയായിട്ടും പാർട്ടിയിലെ അച്ചടക്കം നിലനിർത്താനുള്ള പ്രധാന കാരണം പിണറായി വിജയനല്ലേ. പിണറായി വിജയൻ ഒന്ന് മാറി നോക്ക്. ഈ നേതാക്കൾ തമ്മിൽ കോൺഗ്രസിനെ പോലെ അടിയുണ്ടാകുന്ന ഒരു CPM-നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രി എന്ന നിലയിൽ കാണിച്ചത് മികച്ച പ്രകടനമൊക്കെ തന്നെയാണ്. നമുക്കിപ്പം സംശയമുള്ളത് അല്ലെങ്കിൽ ആക്ഷേപമുള്ളത് ഇപ്പോഴും ഈ പിണറായി വിജയന്റെ ശത്രുപക്ഷത്തുള്ളവർ മുഹമ്മദ് റിയാസിനെതിരെ വാളെടുത്ത് വരുന്നു എന്ന് തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടും. അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നത്. നമുക്ക് മുഹമ്മദ് റിയാസിനെ എനിക്ക് വ്യക്തിപരമായിട്ട് നേരത്തെ അറിയാം. അയാളെ പറ്റി ഈ സിനു പറഞ്ഞതുപോലെ ഒരു അഴിമതിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു വർഗീയതയോ മറ്റോ ഇതൊക്കെ വർഗീയത ഉള്ളവനെന്നുള്ള രീതിയിലൊക്കെ പറയും. നമുക്ക് പരിചയമുള്ള ഒരാളിനൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതല്ലേ സംസാരിക്കാൻ പറ്റും. എനിക്ക് സിനുവിനെ അറിയാം. സിനുവിനിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളിലെ എനിക്ക് ബോധ്യപ്പെട്ടതിനകത്ത് ഇയാൾ മാത്രമല്ല ഇൻഡസിന്റെ മുതലാളി ഉണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെയാണ്. ഞാൻ പറഞ്ഞത് വലിയൊരു ഫാമിലിയാണ്. പ്രാവശ്യം ഞാൻ ഇദ്ദേഹത്തിന് ഒരു കാര്യത്തിന് ഇൻഡസിൽ അന്ന് സ്വിഫ്റ്റ് കിട്ടാൻ ഏതോ ഒരു വണ്ടി കിട്ടാൻ പാടാ, ശുപാർശ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രശാന്തയെ ഞാൻ വിളിക്കത്തില്ല അദ്ദേഹത്തെ, നമുക്ക് വേണ്ടപ്പെട്ട ആളെ ഞാൻ വിളിച്ചാൽ കിട്ടും. പക്ഷേ എന്നെ പറ്റിയുള്ള ആരോപണം നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നില്ലേ? ഇങ്ങനെ പല മുതലാളിമാരും അല്ലെങ്കിൽ ഞാനിത് അയാളെ ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പോലും നമ്മൾ ചെയ്യാറില്ല. കാരണം അത്ര സൂക്ഷിച്ചാൽ മുന്നോട്ട് പോകും. അപ്പം അത്ര ശ്രദ്ധിച്ച് സംശുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ. പിന്നെ മാത്രമല്ല അഴിമതി ഇവരെത്ര പറയുമ്പോഴും പുറകെ നടക്കുകയാണല്ലോ ഇയാളുടെ. എന്തെങ്കിലും ഒരു അഴിമതി പറയാൻ ഇതുവരെ അയാളെ പറ്റി കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത് ഒരു കൃത്യമായ പൊളിറ്റിക്സ്. അതിനകത്ത് ചില രാഷ്ട്രീയ നിരീക്ഷകർ പോലും അറിയാമെങ്കിലും അജണ്ട വെച്ച് മുതിർന്ന ചില ആൾക്കാർ പോലും ഇങ്ങനെ അല്ലെങ്കിൽ മന്ത്രി അടുത്ത പ്രാവശ്യം അയാൾ അന്ന് തൊട്ടേ ഇത് പുറകോട്ട് വരും. ഇവർ ആ പറയുന്നവർക്ക് പോലും അറിയാം ഇപ്പം നിൽക്കുന്ന CPM എത്രയോ കാലം കഴിഞ്ഞിട്ട് ജീർണിച്ച് ആർ എസ് പിയിലും ഒന്നുമില്ലാത്ത പ്രേമേന്ദ്രന്റെ മകനെ അതിനകത്ത് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയിട്ടില്ല. ആർക്കാ? പ്രേമേന്ദ്രൻ. അപ്പൊ ഇതിനകത്ത് വല്ലതും നടക്കുമോ? അല്ല, നമ്മൾ ഈ പറയുന്നതൊക്കെ. അപ്പം ഇതാണ് അതിന്റെ ഒരു അവസ്ഥ. ഇപ്പം ഇന്നലെ വേണമെങ്കിൽ സുധാകരൻ CPM-ൽ നിന്ന് പോയതിന് കാരണക്കാരൻ പോലും ഇയാളാകുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അയാളാണ് കാരണം, മരുമകനാണ് കാരണം, അയാൾ പിടിച്ചടക്കുന്നതിന് വേണ്ടിയാണ്. അയാൾ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ, നിർത്തിക്കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ PWD മന്ത്രിസ്ഥാനം അയാൾക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പിണറായി വിജയൻ താല്പര്യമെടുക്കാതെ അയാളെ മാറ്റി ഈ രീതിയിലേക്കുള്ള ഒരു പോക്ക് അല്ലെങ്കിൽ ഒരു നീക്കം, അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട്. അതിനകത്ത് അകത്താൾ കാണും, പുറത്താൾ കാണും. എങ്ങനെയായാലും ഇതിനകത്തങ്ങ് ഒരു വാസ്തവമുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നില്ല. ഒരാളെ ഏത് രാഷ്ട്രീയമാണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ കൃത്യമായി കോർണർ ചെയ്ത് പോയിന്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.